അസ്സലാമലൈക്കും കൂട്ടുകാരെ. അപ്പോൾ നമ്മളിൽ പല സ്ത്രീകൾക്കുമുള്ള പരാതിയാണ് ഭർത്താവ് നമ്മളെ പരിഗണിക്കുന്നില്ല, അവരെ അവഗണിക്കുന്നു, അവരുടെ സ്നേഹം നമുക്ക് കിട്ടേണ്ട വിധത്തിൽ കിട്ടുന്നില്ല, അവർ നമ്മളെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് പരിഗണിക്കുന്നില്ല എന്നൊക്കെ പല സ്ത്രീകൾക്കുമുള്ള ഒരു പരാതിയാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗത്തുള്ള ചില മിസ്റ്റേക്കുകൾ നമ്മളൊന്ന് ക്ലിയർ ആക്കിയാൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മളുമായിട്ട് അടുക്കുകയും നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ജീവിതത്തിൽ നമ്മൾ അവരെ പരിഗണിക്കുന്നില്ല, അവർ നമ്മളെ മൈൻഡാക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇക്കാക്ക ഒന്ന് മിണ്ടുവോ, എന്നോട് മിണ്ടുവോ, എന്തേ എന്നെ പരിഗണിക്കാത്തത്, എന്തേ എന്നോട് സംസാരിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ പോയിട്ട് നിങ്ങൾ കെഞ്ചുന്ന ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഫസ്റ്റിൽ നിങ്ങൾ നിർത്തുക. ആ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പിന്നാലെ പോയിട്ട് കെഞ്ചുമ്പോൾ അവരുടെ ആ ഒരു പരിഗണന തരാത്ത സ്വഭാവം അവർ മുന്നോട്ട് കൊണ്ടുപോവുകയേ ചെയ്യുകയുള്ളൂ. അങ്ങനെ അവരുടെ പിന്നാലെ പോയിട്ട് പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അടുത്തത്, ഭർത്താക്കന്മാർ വീട്ടിലോട്ട് കയറി വരുമ്പോൾ എപ്പോഴും നമ്മൾ അവരോട് കുറ്റവും പരിഭവവും പറഞ്ഞ് ശീലിപ്പിച്ചാൽ അവർ നമ്മോട് സംസാരിക്കാനായിട്ട് പതിയെ താല്പര്യം കുറഞ്ഞു വരും. അവർക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ടാവില്ല. സ്ത്രീകൾ പൊതുവെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഒരുപാട് ടെൻഷനുകൾ ഷെയർ ചെയ്യാനും സ്ത്രീകൾക്കും ഉണ്ടാവും. എങ്കിലും സമയവും അതിൻ്റെ സന്ദർഭവും നോക്കിയിട്ട് നമ്മൾ ഭർത്താക്കന്മാർ വന്ന് ഒരു റിലാക്സ് ആയിട്ട് അതിനുള്ള സമയത്തിൽ നമ്മൾ സംസാരിക്കുക. അല്ലാതെ അവർ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ പരാതിയും പരിഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശീലമായി തുടങ്ങിയാൽ അവർക്ക് നമ്മളോട് സംസാരിക്കാനേ താല്പര്യം കുറഞ്ഞു വരും. പിന്നെ പരദൂഷണം, ഭർത്താവിൻ്റെ അടുത്ത് വേറൊരാളെ കൊണ്ട്, ഉമ്മനെ കൊണ്ടോ പെങ്ങന്മാരെ കൊണ്ടോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് പരദൂഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടാക്കുന്ന സ്വഭാവമായാലും ഭർത്താവ് പതിയെ നമ്മളെ ഒരു ഗോസിപ്പായിട്ട് തന്നെ കാണും, നമ്മളെ മടുക്കാൻ തുടങ്ങും. അടുത്തത്, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ അധിക പേരുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കാം. നമ്മൾ വീട്ടിൽ ജോലി ചെയ്തിട്ട് നമ്മൾ ആകെ തളർന്ന് കിടക്കുകയായിരിക്കും, നമുക്ക് വയ്യാതെയൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മളോട് ഭർത്താക്കന്മാർ വന്നിട്ട് ഓരോ ജോലികൾ പറയുമ്പോൾ, എനിക്ക് വയ്യ, ഞാനിവിടെ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കന്നെ നമ്മൾ ഒരുപാട് പരിഭവങ്ങൾ അവരുടെ മേലേക്ക് ഭാര്യ എറിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ അവർക്ക് പതിയെ നമ്മളോട് ഇഷ്ടം കുറഞ്ഞു വരും. നമ്മൾ അവരങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത്, ഞാൻ ചെയ്യാം ഇക്ക, ഞാൻ ചെയ്യാം, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ചെയ്യാം, എനിക്കിവിടെ ഒരു ജോലി അത്ര ഭാരമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ. നമ്മൾ ഭർത്താക്കന്മാരെ എപ്പോഴും എന്ത് പറയുമ്പോഴും നമ്മൾ നോ പറഞ്ഞ് ശീലിച്ചാൽ അവർക്ക് നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമാവും. അപ്പോൾ അവർ അവരുടെ കാര്യങ്ങളൊന്നും നമ്മളോട് ഷെയർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർ എന്ത് പറഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റുന്നത്, ഹലാലായ കാര്യമാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ സാധിപ്പിച്ചു കൊടുക്കുക. അവർക്ക് ഏത് ഭാഗത്താണോ ഇഷ്ടം, അവർക്ക് ഏത് ജോലിയിലാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഏത് ഫുഡാണോ ഇഷ്ടം, അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് അവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോഴാണ് അവർക്ക് നമ്മളോട് പതിയെ ഇഷ്ടം കൂടുകയും നമ്മളുമായിട്ട് അടുക്കാൻ അവർ മിങ്കിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അവർ നിങ്ങളെ ഒട്ടും പരിഗണിക്കുന്നില്ല, അവർ നിങ്ങളെ മൈൻഡാക്കുന്നില്ല, നിങ്ങളോട് സംസാരിക്കാൻ അവർക്ക് താല്പര്യമെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യണമെന്നറിയോ? അവരെ ആ ഒരു ബൈക്ക് പിന്നാലെ നടക്കാൻ പോകരുത്. നിങ്ങൾക്ക് എന്താണോ ഹാപ്പി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരു പക്ഷേ ഹോം ക്ലീനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിത്രരചന, അല്ലെങ്കിൽ പാട്ട്, കവിത, എന്തുമാവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ സെൽഫ് കെയർ ആയിരിക്കാം. നമുക്ക് എന്താ ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കിട്ടുന്നതിൽ നമുക്ക് മനസ്സിൽ സന്തോഷമില്ലെങ്കിലും നമ്മൾ മുഖത്ത് സന്തോഷം പ്രകടിപ്പിച്ചിട്ട് നമ്മൾ ബിസി ആയിരിക്കുക. നമ്മൾ മറ്റുള്ള ജോലികളിലേക്ക് ഏർപ്പെട്ടിട്ട് ബിസി ആയിരിക്കുക. നമ്മളെല്ലാം ബിസി ആയിരിക്കുമ്പോൾ ആ ഒരു ഭർത്താവിന് തോന്നും, എന്തുകൊണ്ട് ഇവൾ ഇപ്പോൾ എൻ്റെ പിന്നാലെ നടക്കുന്നില്ല എന്ന്. അപ്പോൾ പതിയെ അവർ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എന്താണ് കാരണമെന്ന് അവരെ തിരക്കാൻ വരും. അപ്പോൾ അവരങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഭർത്താവ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ സമ്പത്തിൽ സൂക്ഷ്മത പാലിക്കുക, ഓവർ ചിലവാക്കാതിരിക്കുക എന്നത്. അതുപോലെയൊക്കെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും നമ്മളെ കൈവിടില്ല. അതുപോലെ അവരെന്ത് പറയുമ്പോൾ നമ്മൾ നോ പറയുന്നതിന് കാരണക്കാരാവാതെ നമ്മൾ ഇടയ്ക്കൊക്കെ അവരോട് അങ്ങോട്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങോട്ട് സാഹചര്യവും സന്ദർഭവും അനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പറയുക. ഇക്കാക്ക ഒന്ന് ഇവിടെ കിടക്കൂ, എൻ്റെ മടിയിൽ കിടക്കൂ, ഞാൻ മസാജ് ചെയ്തു തരാം. മസാജ് ചെയ്യുന്നതൊക്കെ അധിക പുരുഷന്മാർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ മെല്ലെ മയക്കി നമ്മുടെ ട്രാക്കിൽ പെടുത്തുക. അപ്പോൾ അവർ പതിയെ തന്നെ നമ്മളെ സ്നേഹിക്കാനും പരിഗണിക്കാനും നമ്മളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറും. അങ്ങനെ മാറ്റിയെടുക്കണം നമ്മൾ. അല്ലാതെ നമ്മൾ പിന്നാലെ പോയിട്ട് ഒന്ന് മിണ്ടുവോ, ഒന്ന് അനങ്ങുവോ, ഒന്ന് സംസാരിക്കുവോ ചോദിച്ചാൽ അവരൊരിക്കലും നമ്മളോട് മൈൻഡ് ചെയ്യില്ല.
അപ്പോൾ നമ്മൾ അവരെ പിന്നാലെ പോവാതെ നമ്മൾ ബിസി ആയിരിക്കുക. നമ്മളെപ്പോഴും മെസ്സേജ് അങ്ങോട്ട് അയച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മളെ മെസ്സേജിന് അത്ര പ്രാധാന്യം കൊടുക്കില്ല. നമ്മൾ അങ്ങനെ കണ്ടാൽ മൈൻഡ് ചെയ്യുകയും റീപ്ലൈ ചെയ്യുകയും ചെയ്യാത്ത ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ മെസ്സേജ് അയക്കാതിരിക്കുക. നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് ഫീലാവും. അത് സ്നേഹമുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ള ഏതൊരു ഭർത്താക്കന്മാർക്കും അത് ഫീലാവും. അവർ ഉറപ്പായിട്ട് നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് എന്താണോ പറ്റിയത്, നിങ്ങൾ എന്താണ് മെസ്സേജ് അയക്കാത്തത് എന്ന് അവർ അന്വേഷിക്കും. നിങ്ങൾ വേറൊരു കാര്യത്തിൽ ഹാപ്പി ആയിട്ടിരിക്കും അവർ ഉറപ്പായിട്ട് നിങ്ങളുടെ ഹാപ്പിനെസ് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ പറയാത്തത് എന്ന് അന്വേഷിക്കും. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടും. ഇതുപോലെ ഉപകാരപ്പെടുന്ന ടിപ്സുകൾ അറിയാൻ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇപ്പോൾ തന്നെ ജീവിതത്തിൽ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുക. ഇപ്പോൾ തന്നെ വിജയം നിങ്ങൾക്ക് കിട്ടും. ഇത് ഉറപ്പാണ് കേട്ടോ. സക്സസ് ആയ വിജയങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയാറുള്ളൂ കേട്ടോ.